Can you guess the amazing spot by looking at this video? I give you 3 seconds. 1, 2, 3. What is your answer? It's Alappuzha. Our next destination is Alappuzha. Alappuzha is for stunning views, amazing people, memorizing backwaters. Simply the paradise of Kerala. ആലപ്പുഴയ്ക്ക് ഇപ്പോൾ കിട്ടോ ടിക്കറ്റ് അവിടെ 11:40 ഗൈസ് നമ്മുടെ ടിക്കറ്റ്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് എവിടെയാണാ? അമ്പലപ്പുഴ. അതായത് നമ്മൾ ഇന്നലെ ഒരു രാത്രി 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഇപ്പൊ ഏകദേശം 6:45 ഉണ്ട്. ഇവിടെ ആലപ്പുഴ അമ്പലപ്പുഴ സ്ഥലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി എന്തിട്ടാ പരിപാടി? ബാക്കി വേമ്പനാട്ടുകായൽ, പിന്നെ കുട്ടനാട്, ആലപ്പുഴ. ഇതൊക്കെ ഈ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. പിന്നെ എന്തിട്ടാണ് വേറെ പ്ലാൻ? ബസ്സിന്റെ എന്തിട്ടൊക്കെയാന്ന് പറഞ്ഞത്? വണ്ണസിന്റെ തട്ടകത്തിലേക്ക് പോകണം. അപ്പൊ നമ്മൾ പുറത്തേക്കുള്ള വഴിക്കുള്ള സ്ഥലത്തെത്തി കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഇപ്പോ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ ഫ്രഷപ്പായിട്ട് സ്ഥലങ്ങളിലേക്ക് പോകാനാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ നമ്മുടെ ചെക്കൻ ഇവിടെ മാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക അമ്പലത്തേക്ക് പോകാൻ. അപ്പൊ ഇവിടുന്ന് ഒരു 10 മിനിറ്റ്, ആ ചേട്ടൻ പറഞ്ഞ പോലെ 10 മിനിറ്റ് നടന്ന ഞാൻ അമ്പലത്തേക്ക് എത്തുന്നതാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുന്നു, പായസം കുടിക്കുന്നു. അമ്പലപ്പുഴനെ കുറിച്ചിട്ടൊരു പാട്ടുണ്ട്. ഏതാ പാട്ട്? പാടുന്ന പ്ലേസ് അമ്പലപ്പുഴ ഉണ്ണി പാട്. അതെ ഗൈസ്, ആ നമ്മ പാട്ടിനുള്ള സ്ഥലത്ത് നമ്മളെത്തി. ഇവിടെ ഫ്രണ്ടിൽ അതിൻ്റെ ഫ്രെയിമൊക്കെ ഉണ്ട്, അമ്പലത്തിൻ്റെ ഫ്രെയിം. കുളിക്കണ്ടേ അവിടെ പോയിട്ട്? അല്ലേ, കുളിയാണ് മെയിൻ. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ അല്ല, ഇവിടെ നമുക്ക് അവിടെ പോയി നോക്കി നോക്കാം. ഇതിന്റെ പോരാത്തതിന് ഞായറാഴ്ച കാരണം ഗംഭീര തിരക്കായിരിക്കും. ഇത്ര നേരത്തെ എക്സ്പീരിയൻസ് കുറിച്ച് നമുക്ക് അശ്വന്താസിനോട് 2 വാക്ക് ചോദിക്കാം. ചോദിക്കി അല്ല പറയേ. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മുടെ അമ്പലത്തിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നേരിട്ട് നമ്മൾ ആലപ്പുഴ ജംഗ്ഷൻ, അതായത് മെയിൻ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് പ്ലാനിങ് ആണ് ഗൈസ്. ഇവിടെ എന്തിട്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒന്നും അറിയില്ല. അപ്പോൾ അവൻ ഒരു ചേട്ടനെ കണ്ടപ്പോൾ ഞങ്ങളിവിടെ ഒരു ചോദിക്കാമെന്ന് വിചാരിച്ചു. പാടത്ത് ഇപ്പം ഇറങ്ങിയേക്കാണ്. നല്ല വെയിൽ ഗൈസ്, കാലത്തെ വെയിലില്ല, പോലെ കുറച്ച് കൊള്ളാന്ന് വിചാരിച്ചു. പിന്നെന്തിട്ടാ ഇവിടെ പ്രത്യേകത, സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു വൈബുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാൻ പോവാണ് ഗൈസ്. ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ട് സംഭവമൊക്കെ കഴിഞ്ഞിട്ട് നടന്നിട്ട് ഫ്രണ്ടിക്ക് നടന്നിട്ട് എന്നിട്ട് അത് പറയും വേഗം.
പോയാ എന്നാ കുറച്ച് ഫോട്ടോ എടുത്ത് തരാം. നീ ഏതേലും നിൽക്ക് ഒന്നിന് അങ്ങോട്ട് പോകാല. അപ്പൊ നമ്മൾ എവിടേക്കാണ് പോണ? പള്ളാത്തിരുത്തി പോയിട്ട് വരാം. ആദ്യം അപ്പൊ നമ്മൾ പള്ളാത്തിരുത്തി പോകുന്നു, പിന്നെ തണ്ണീർമുഖം, പിന്നെ അടുത്ത ഇനി എന്തായാലും ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത സൂപ്പർ ആലപ്പുഴ സ്ഥലങ്ങൾ അല്ലേ. അപ്പോൾ ഞങ്ങൾ KSRTCയുടെ ഒഫീഷ്യൽ ബോട്ടിൽ കയറി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഇനിയാണ് നമ്മുടെ വിഷ്വൽ ട്രീറ്റ്. എനി ഐഡിയാസ്? ഏതവിടെ? ആ നെടുമുടി. ഈ വണ്ടിയിലേറെ നെടുമുടിക്ക് പോകാം ഗൈസ്. അതാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഹൗസ് ബോട്ടിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചേട്ടാ പിടിക്കുക, ടിക്കറ്റ് തരണവരെ അഭിനയിക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടി. നല്ല നോയ്സ് ഉണ്ട്. നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ റേഞ്ച് എക്സ്പീരിയൻസ്. What's the experience about this journey? Please tell me, Vibe Hunter. പറയടാ. സൂപ്പർ അല്ലേ? ബാക്കിലൊക്കെ ഫ്ലയർ നോക്കിയ രസം. വെറും 50 രൂപയുടെ ഇപ്പം എത്ര മണിക്കൂറായി അറിയാം നിങ്ങൾ സഞ്ചരിക്കണേ അല്ലേ? ആർക്കും പിന്നെ തോന്നിയ കാര്യം പറയും. എൻജോയ് യുവർ ലൈഫ്, ഈറ്റ് ഫുഡ് ആൻഡ് ട്രാവൽ യുവർ സെൽഫ്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആവശ്യമുള്ള. വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയാൽ മതി. ഇങ്ങനെ കണ്ടാ താരേട്ടാ ഞാൻ ഇവിടെ. നെക്സ്റ്റ് നമുക്കൊരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഫോണവർക്കൊക്കെ ഹായ് കൊടുക്കാം, വിളിച്ചിട്ട് പോകാം. ആരും കാണല്ലോ ഗൈസ് ഹായ് പറയാൻ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ നെടുമുടി തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി എന്നിട്ട് പ്ലാൻ ഇവിടെ ഇങ്ങനെ വെറുതെ തിരിഞ്ഞ് നടക്കാം തന്നെ. ഇനി വേണമെങ്കിൽ ഇങ്ങനെ തട്ടിടാൻ ഇവിടെ മൈബോസിലത്തെ പാലുണ്ട്. മൈബോസിലത്തെ ചെറിയ പാലം. അവരവിടെ ഇറങ്ങണമെങ്കിൽ റേഞ്ച് അതിന് അല്ലേ? നെടുമുടി അതേപോലത്തെ വ്യൂ ആണ് ഇവിടുത്തെ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ. മറ്റേ മൈബോസ് സിനിമ ഓർമ്മ വരും. പിന്നെ കുട്ടനാടൻ, മാർപ്പാപ്പ, പുള്ളിപ്പുലികളികളും ആട്ടിൻകുട്ടിയും. പിന്നെ നമ്മുടെ സീമറാജ, അതായത് സാമന്തിയും ശിവകാർത്തികേയൻ അഭിനയിച്ച സിനിമ ഓർമ്മ വരും. പിന്നെ സിനിമ അങ്ങനെ കുറേ സിനിമയുടെ
സീനുകളൊക്കെ ഇവിടെ ഒരു സൈഡൊക്കെ ഉണ്ടെങ്കിൽ ഓർമ്മ വരും. മറ്റേ വീട് സൗണ്ട് സൗണ്ട് തോന്നല്ലേ സൗണ്ട് തോന്നത്തെ വീട് അതാണ്. യെസ് ഗൈസ്, സൗണ്ട് തോന്നത്തെ വീടാണ് ഗൈസ് നമ്മളിപ്പോ കണ്ടത്. ആണോ തന്നെയാ? നമ്മുടെ ഡ്രൈവർ ചേട്ടനുണ്ട്, പിന്നെ അശ്വദാസ് ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ഗൈസ്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ബോട്ടിൽ ഇത്ര അടിപൊളിയായിട്ട് കയറാൻ പറ്റും. എല്ലാം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവുന്നല്ലോ അത് തട്ടുകൾ ഇരുന്ന് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് വേണേൽ പോവാം. വേണ്ട കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്ന ആണ്ടല്ല, കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളാണ്ട. നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് അയച്ചു തരണേ. നമ്മുടെ നമ്പർ നിങ്ങൾ എടുക്കുന്ന വീഡിയോ അതെ അയച്ചുതരാം. ചേട്ടൻ പേരുന്നില്ല? എൻ്റെ പേര് മോങ്കുട്ടൻ. ഓക്കെ. റേഞ്ച് നാളെ പോണു. ചിക്കൻ, മീൻ, പറയും മോനിക്കുട്ടൻ ചേട്ടനെ കൂട്ട് അല്ല കുറിച്ച് റിവ്യൂ. ഞങ്ങളെ ആരുമില്ലാത്ത സ്ഥലത്തു ഞങ്ങളെ യെസ് ഇവിടെ എത്തിച്ചു. ഇവിടെ അതിവിപ്ലവമായ എന്നിട്ട് പറയാ കാരണം എന്തിട്ടാ കാണാൻ പേര് ആറ്റമുഖം ഷാപ്പ്, അതേപോലെ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയാം. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റെസിപ്പീസ്, കറീസൊക്കെ എല്ലാതും ഉണ്ട്. പിന്നെ എന്തിട്ടാ മെയിൻ അവിടെ പിന്നെ പൊറോട്ട സംഭവം എല്ലാവരും ഉണ്ട്. ഈ പിന്നെ എന്തിട്ടുള്ള അവിടെ പിന്നെ ഫുൾ മീനുകൾ പൊരിച്ചത് അതൊക്കെ ഉണ്ട്. ഞങ്ങള് എന്തിട്ട് കഴിച്ചടാ നമ്മ മീൻ മരത്തൻ പൊറോട്ടയും കഴിച്ചിട്ട് പോകുന്നു. ബാക്കി അവിടെ നിന്നില്ല. പിന്നെ അപ്പോഴേക്കും പോയിട്ട് വേറെ പരിപാടികളുണ്ടല്ലോ. പിന്നെ ബാക്കി വിഷ്വൽ ബ്യൂട്ടി ഒക്കെ കാണിച്ചിട്ട് ഇവിടെയാ. അപ്പോൾ സക്സസ്ഫുള്ളി നമുക്ക് ബസ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ നൈസ്. നോക്കിയാ വിഷ്വൽ ബ്യൂട്ടി കാണണമെങ്കിൽ ഇങ്ങോട്ട് വാ. വീണ്ടും എന്തിനും വെറുതെ ഓർമ്മയിൽ